ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ ഈദ് മുബാറക്. അങ്ങനെ SR പെറ്റൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിത് 2 വണ്ടിയിൽ കോർക്കൽബയിലേക്ക് പോവാണ്. ഈ ഈദ് അടിച്ചു പൊളിക്കാൻ വേണ്ടി ഞങ്ങൾ 10-15 പേരുണ്ട്. എല്ലാവരും നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർ തന്നെയാണ്. ഞങ്ങൾ അജാസ്കാരുടെ ഉള്ള വണ്ടിയിലാണ്. പിന്നെ ഒരു വണ്ടി ഇർഫാനാണ് ഓടിക്കുന്നത്. നമ്മുടെ ഒരു ലാൻഡ് ക്രൂയിസർ വരുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ വണ്ടി, ഇർഫാൻ നയിക്കുന്ന യാത്രാ സംഘം. ഇച്ചിരി കട്ടികൂടും. വെള്ളച്ചാട്ടോ വെള്ളത്തിനുള്ള സെറ്റപ്പ് ഒന്നും നമ്മുടെ ഇല്ല കേട്ടോ. ആണോ? അതിന്റെ പരിപാടി ഞങ്ങൾ പറയാതെ സുഖം ഈ അടുത്തിടയ്ക്ക് ഒരു പോയപ്പോഴത്തേനെ മനസ്സിലാകും. നമ്മള് കണ്ണിനൊരു ഇതാണ്, എല്ലാം ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞുണ്ടല്ലോ, കുറച്ച് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ഉറക്കം വരും, ഏതാണ്ടൊക്കെ പോലെ തോന്നും. വേറെ കാര്യമുണ്ട്, വണ്ടി ഓടിക്കുമ്പോൾ ഉറങ്ങത്തില്ല. അഥവാ എനിക്ക് ഉറക്കം വന്നാൽ ഞാൻ സൈഡിൽ നിർത്തിയിട്ട് ഉറങ്ങും. അല്ല, ഇത് എനിക്ക് മറ്റേ പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ അതിനകത്ത് മോരാല് മീശ അടിച്ചിട്ട് ഇതേ പറയല്ലോ കേട്ടോ. എനിക്ക് വണ്ടിയെ ചെറിയ എന്തോ ഒരു ഡൗട്ട് തോന്നുന്നുണ്ടാവും. അറിയാ, വണ്ടിക്ക് വലിവില്ലാത്ത പോലെ ഇടയ്ക്കൊരു പമ്പെന്ന പോലെ അല്ലേ? നിങ്ങൾ ഇതാക്കിയതല്ല, പിടുത്തം പോലുള്ള അവന് കയറ്റം ആയതുകൊണ്ട് തോന്നുന്നതാണ്. കേട്ടം നമുക്ക് ഫീൽ ചെയ്യാത്തതല്ലേ? അവന് കയറ്റം ഉണ്ട്, വണ്ടി ചില കയറ്റത്തില്ല. राजा को रानी से प्यार हो गया, पहली नजर में पहला प्यार हो गया, दिल जिगर दोनों घायल हुए, तेरी नजर दिल के पार हो गया. അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ പാടി സ്ഥലങ്ങളൊക്കെ കണ്ട് കൽബ എത്തിയിരിക്കുകയാണ്. നമുക്ക് നല്ലൊരു പണി കിട്ടി ഗൈസ്. ഞങ്ങൾ കൽബ മാംഗ്രോസിൽ എത്തിയാണ്. പക്ഷേ ഇത് ഇന്ന് ക്ലോസാണ്. എന്നെ ചെയ്യുമെന്ന് പറ. ശരിയെ മുട്ടാള് അവൻകിட்ட சொன்னതാ, അവനക്ക് മുന്നാടിയേ തരും. ഈ കോർക്കൽബ മാംഗ്രോസ് എല്ലാ പൊതു അവധികളിലും ക്ലോസ് ആണ്. ഇന്നലെ തൊട്ട് കോർക്കൽബ എന്ന് പറയുന്നത് പിന്നെ എന്നാ കേട്ടോണ്ട് ഞങ്ങൾ ഇവിടെ ഇരുന്നാണ് ചോറുണ്ടേന്ന് ഡൗട്ട് എന്നൊക്കെ. ആദ്യം ഭയങ്കര ചതിയായിപ്പോയി കേട്ടോ, ഭയങ്കര ചതിയായിപ്പോയി. നിങ്ങളിവിടെ വന്നിട്ടുള്ളതല്ലായിരുന്നു, എന്നിട്ട് പെരുന്നാളിന് ഇല്ലെന്ന് അറിയത്തില്ലായിരുന്നു. ഭയങ്കരം അച്ചപ്പ ഓഫായിരുന്നു, അന്നും ഓഫായിരുന്നു. ഒരു ഹായ് പറഞ്ഞു. രണ്ട് വണ്ടി ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഫാത്തി ശരിക്കായി ആണെങ്കിൽ
മഹാ പറ്റീരായി പോയി. ഇവരിവിടെ നേരത്തെ വന്നിട്ട് ഈ സ്ഥലം ക്ലോസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇവിടെ വന്നപ്പോ പറയാം ഇവരിവിടെ ഒന്ന് കഴിച്ചിട്ടുണ്ടോ. അവിടെ ബിരിയാണിയും വെച്ച് ബഷീറൊക്കെ നമുക്ക് കൊണ്ടുവരാനുള്ള ഇഷ്ടംപോലെ ഐറ്റം ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ വ്ളോഗിലുള്ള പുതിയ അതിഥി ഷെരീഫിൻ്റെ അരിയാണ്. ഗൈസ് ഞങ്ങൾ അങ്ങനെ പറ്റിക്കപ്പെട്ടു ഗൈസ്. ഇവിടെ വന്നിട്ട് ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ കഴിക്കാനും ഒന്നും കൊണ്ടുവന്നില്ല. എല്ലാം പെട്ടെന്നുള്ള വരവായി പോയിട്ട് ഇപ്പോൾ ഞങ്ങൾ കൽബ മാളിൽ വന്നിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, എന്തെങ്കിലും കിട്ടുമോ നോക്കി. അങ്ങനെ ഞങ്ങൾ ഇവിടെ എല്ലാം കഴിക്കാൻ കിട്ടുമോ നോക്കാൻ വേണ്ടി ഇതിനകത്ത് കയറി നോക്കട്ടോ എല്ലാം കിട്ടുമോ. പെരുന്നാളിന്റെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുന്നു. അവിടുന്ന് അന്നപ്പോഴേ വിടുക. എനിക്ക് ചോറ് മതിയായിരുന്നു, ബിരിയാണി അങ്ങനെ നമ്മള് കൽബ മായഗ്രോസിൽ പോയിട്ട് അവിടെ ക്ലോസ് ആയതുകൊണ്ട് നമ്മൾ നേരെ ഹാങ്ങിങ് ഗാർഡനിൽ പോവാണ്. ഓൾറെഡി ഞാൻ ശരി അന്ന് പോയതാണ്, പക്ഷെ അതിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ല ഇതിന്. അത് ഞങ്ങൾ ഇടാതിരിക്കത്തില്ല. അത് ഞങ്ങൾ മാത്രമായിട്ടുള്ള ഒരു ട്രിപ്പാണ്. അതിനിടയ്ക്ക് നമ്മുടെ സാരഥി മാറിയിട്ടുണ്ട്. ഇർഫാനായി നമ്മുടെ സാരഥി. അജാസുഖായിക്ക് വണ്ടി മാറിക്കൊടുത്തു. അതുപോലെ നമ്മൾ കൽബ മാംഗ്രോസിൽ നിന്ന് ഹാങ്കാടിയും പോകുന്ന വഴിക്ക് ഒരു അടിപൊളി ലേക്ക് ഉണ്ട്. അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്, പക്ഷെ നമ്മളവിടെ നിർത്തിയിട്ടില്ല. ഇതാണ് ലേക്ക്. ആ ലേക്കിനെ ചുറ്റിയാണ് നമ്മളിപ്പം ഹാങ്കാടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതുവരെ ഈ ഡാമിനെ ചുറ്റി തീർന്നില്ല കേട്ടോ. ഹാങ്ങിങ് ഗാർഡൻ ഏതായാലും ഒന്ന് പോയി നോക്കട്ടെ. ഇന്ന് അവിടെ ഭയങ്കര തിരക്കായിരിക്കും. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഏതായാലും അവിടെ പാർക്കിംഗ് കിട്ടുമെന്ന് തന്നെ സംശയമാണ്. ഇപ്പോഴേ ബ്ലോക്ക് തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ ആ മുന്നോട്ട് കാണുന്നതെല്ലാം വണ്ടി ബ്ലോക്കായി കിടക്കുന്ന അങ്ങ് ദൂരെ. അങ്ങനെ ഞങ്ങൾ ഹാങ്ങിങ് ഗാർഡൻ്റെ മുകളിൽ പോയി. അവിടെ വണ്ടി നിർത്താൻ പോയിട്ട് കാല് കുത്താൻ ഇടയില്ല. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് താഴോട്ടിറങ്ങി വന്നു. ആ ഡാമിൻ്റെ അടുത്തോട്ട് വന്നു വീണ്ടും. എന്ത് നല്ല ദിവസമായി, ഫുഡും ഇല്ല, ഒരു സ്ഥലത്ത് ഇറങ്ങാനും പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഹാങ്ങിങ് ഗാർഡൻ പോയി. അവിടെ പാർക്കിംഗ് ഇല്ല, ഭയങ്കര ബ്ലോക്കാണ്. പിന്നെ തിരിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട് ഡാമിലോട്ട് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ എന്താ അവസ്ഥയെന്ന് പോയി നോക്കട്ടെ. പക്ഷേ ഇവിടെ അടിപൊളി സ്ഥലമാണ് കേട്ടോ. നല്ല മലയുണ്ട്, അവിടെ ബീച്ചുണ്ട്. നോക്കാം. ഇവിടെ ഒരു സൈഡിൽ മലയാണ്, നമുക്ക് അങ്ങ് ബീച്ച് കാണാൻ പറ്റും. ഇവിടെ കണ്ടോ, അങ്ങ് ബീച്ച് കാണുന്നുണ്ടോ? അടിപൊളി സ്ഥലം. അങ്ങോട്ട് കയറി പോയില്ലേ, അതിന്റെ അപ്പുറത്തെ വഴി വരും. പെരുന്നാളൊക്കെ എങ്ങനെ പോകുന്നു? ചാടി നടന്നു കയറണം, അതേ പറ്റുള്ളൂ. ഞാൻ നല്ല ഉറക്കത്തെ വിട്ടു പോന്നില്ലായിരുന്നു. അൽ ഹിഫയ്യ എന്ന് പറയുന്ന ഒരു ഡാമിലോട്ടാണ് വന്നേക്കുന്നത്. ഇതാണ് അൽ ഹിഫയ്യ
ലേക്ക് എന്ന് വേണേൽ പറയാം, ഡാമല്ല. ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമാട്ടോ, ഫുള്ള് മലകളാൽ ചുറ്റപ്പെട്ട ലേക്കാണ്. അവിടെ ചെറിയ ചെറിയ ബോട്ടിങ് കാര്യങ്ങൾ. ശരിയൊക്കെ ഭയങ്കര കലിപ്പിലിരിക്കുക കേട്ടോ. ഇന്ന് പോയിട്ട് ഫുഡില്ല, ഇന്ന് ഇറങ്ങാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കലിപ്പിലാണ്. ഈ ലേക്കിൻ്റെ പേര് അൽ ഹിഫയ. പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിച്ച നല്ല അടിപൊളിയാണ്. ഇപ്പോൾ ക്ലൈമറ്റൊക്കെ സൂപ്പറായതുകൊണ്ട് ഇവിടെ വന്നാൽ കുഴപ്പമില്ല. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ നല്ല ചൂടാവും. ഞങ്ങൾ ഇവിടുന്ന് വീണ്ടും തിരിച്ചു പോവാണ്. ഇനി നമ്മളങ്ങോട്ടാണ് പോകുന്നത്. ഇനി അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇനിയിപ്പോൾ കൽബാമാളിന് അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ തിരിച്ചു പോവാം. ഇനി പോയിട്ട് എമ്പുരാൻ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഉടനെ പോലെ ബഷീറേ, ഇന്നത്തെ ട്രിപ്പ് എപ്പിടിയാച്ചു? എല്ലാം കലക്കി പോയില്ലേ? ഷെരീഫ്, ഷെരീഫിന്റെ ഭാര്യ, അതൊക്കെ അറിയാം. ഫാത്തിമ മോള്. ഇതാണ് ഹാങ്ങിങ് ഗാർഡൻ. ഹാങ്ങിങ് ഗാർഡനിൽ മുടിഞ്ഞ തിരക്കാ. സൂപ്പർ സ്ഥലമായിരുന്നു. നമ്മൾ വന്നപ്പോൾ ലൈറ്റ് ഫോട്ടോ എടുക്കാൻ അടിപൊളി. ഇനിയിപ്പോൾ നിർത്തിയിട്ട് കാര്യമില്ല, അകത്ത് പാർക്കിംഗ് ഇല്ല. ഗേറ്റ് അടച്ചേക്കുന്നുണ്ടല്ലേ? ഇവിടെ വരുന്നമാരെ ഇറങ്ങി പോകത്തില്ലെന്നേ. അതുകൊണ്ടോ നമ്മൾ ആ വഴിയാ പോയി. ഏറ്റവും ടോപ്പ് ഉണ്ടോ മുകളിൽ? നല്ല വ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ ഹാങ്ങിങ് ഗാർഡനും കണ്ടു, മാംഗ്രോവ്സും കണ്ടു, എല്ലാം കണ്ടു. ഞങ്ങളിതാ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹാങ്ങിങ് ഗാർഡൻ ഒരു രക്ഷയില്ലാത്ത തിരക്ക്. ഇവിടെ നിർത്തിയിട്ട് നമുക്ക് നടന്ന് അങ്ങോട്ട് പോയാലോ? അതറിയത്തില്ല. നമ്മൾ തിരിച്ചു വന്ന വഴിക്ക് ചായ കുടിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. പണ്ട് ഇവിടെ തന്നെ ഞാൻ ശാരിയും കൂടെ ഒന്ന് ചായ കുടിക്കാൻ കയറിയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ചായ കുടിച്ചിട്ട് ഞങ്ങളുടെ വീഡിയോ ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യും. എല്ലാവരും നല്ലപോലെ ക്ഷീണിച്ചു, ഒന്നും ഇറങ്ങാനൊന്നും പറ്റിയില്ല. അച്ഛപ്പാ ഒരു ഹായ് പറഞ്ഞു. കടിയുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ ഈ സാധനം പേരറിയിട്ടാണ് മേടിക്കാഞ്ഞത്. അമ്മക്ക് മറക്കുന്നതാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ഇങ്ങനെ പറ്റിയ പടി പാളിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഒന്ന് ചായ കുടിച്ചു. ഇനി എല്ലാവരും വീട്ടിൽ പോകണം. ഇനി ഞങ്ങൾ അടുത്തത് ചെന്നിട്ട് വെളുപ്പിനെ എമ്പുരാൻ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും ചെറിയ ചെറിയ ഈ ദുനിയാവിലെനിക്കെന്തു ബന്ധം? ഇരുൾ മൂടിയ ഈ വഴിയിൽ എന്തുണ്ട് സ്വന്തം? ഇളം തന്നലായെത്തും ലൈലാന്റെ സുഗന്ധം. ഇതുവഴിയേ വരണം അവളുടെ നിർബന്ധം. പ്രാന്തായാൽ എന്തു സുഖം? സകറാത്തുൽ മൗത്ത് എന്ത് രസം? ഇവിടെ ഈ